ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ട്രാവലറിൽ ഒരു കല്യാണ യാത്ര കിട്ടി. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ ഈ പെട്രോൾ പമ്പിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് അവിടെ ഒരു വില്ല ഉണ്ട്. വില്ല അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ഈ ഒരു യാത്ര അവർ തന്നേക്കണത്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ലൊക്കേഷനിൽ പോയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്ത് നേരെ കോട്ടയത്ത് വെച്ചാണ് കല്യാണം. അപ്പോൾ കൃത്യം നമുക്ക് 12 മണിക്ക് മുമ്പ് അവിടെ എത്തണം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ട്. നല്ല സ്പീഡിൽ പോയാലേ എത്തുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അമ്മാവ ചെറുക്കനൊക്കെ ഇവിടെ പോയി, അവരൊക്കെ പോയോ? അവരൊക്കെ പോയി മോനെ. അവര് വേറൊരു കാറിൽ പോയില്ല, നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? അതല്ല, നമ്മുടെ അടുത്ത് ഒരു കാർ വേണമെന്ന് പറഞ്ഞ് BMW നമ്മുടെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ. പെട്ടെന്ന് അവർ ഒരു വാക്ക് കുറിച്ച് പറയാൻ പറ്റതല്ലോ. അപ്പോൾ നമ്മൾ ആ കാറിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പയ്യെ പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനെ എല്ലാം സടപടയായിരുന്നു. ഓക്കെ അമ്മാവ പെട്ടെന്ന് കയറിക്കോ. 12 മണിക്ക് മുമ്പ് നമുക്ക് അവിടെ എത്താനുള്ളതാണ്. ഇവിടെ നല്ല സ്പീഡിൽ പോയാലേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒത്തിരി സ്പീഡിൽ പോവാം. അപ്പോൾ ഗൈസ്, കല്യാണം ഇവിടെ കോട്ടയത്ത് ധീരജ് ഓഡിറ്റോറിയമാണ്. ഇവിടെ നിന്ന് 4 മണിക്കൂർ യാത്ര ഉണ്ട്. നമുക്ക് നല്ല സ്പീഡിൽ പോയാൽ എത്താൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് നല്ല വൈബിലങ്ങ് പോവാം. അമ്മാവ ഡാൻസ് കളിക്കുമോ? നമുക്ക് ഡാൻസ് കളിച്ച് നല്ല എൻജോയ് ചെയ്ത് പോയാലോ? മോനെ ഡാൻസ് കളിച്ചിട്ട് കുറെ കാലങ്ങളായി, അതിന്റെ ടച്ച് എല്ലാം പോയി മോനെ. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ പാടാം. എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ ഒരു ഡാൻസ് കളിക്കുക. നിങ്ങൾ ഡാൻസ് ഒക്കെ അതിൻ്റെ ടച്ച് എല്ലാം പോയി. എന്തായാലും ഡാൻസും വേണമെങ്കിൽ കളിക്കാം. ഏതൊരു പാട്ടങ്ങ് പാടാം. ഞാൻ പഴയ ടച്ചെല്ലാം പോയി, പക്ഷെ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ അത് ശ്രമിക്കാം. എന്തായാലും ഞാൻ ഒരു പാട്ട് പാടാം, അതുപോലെ. പാട്ട് പാട്. എന്തായാലും നമ്മളെ വണ്ടിക്ക് എത്തിക്കണ പിള്ളേരെയും കൂടെ ഒരു എൻജോയ്മെൻറ്റ് ആവണമല്ലോ. പാട്ടും പാട്, ഡാൻസും കളിക്കും. ഞാനും കൂടെ ഡാൻസ് കളിക്കാം. നമ്മളെല്ലാവരും കൂടും ഡാൻസ് അടിച്ച് പൊളിച്ച് പോവാം. എന്തു പറയാണ്? ഒരു പാട്ട് പാട്, ഒരു പാട്ടങ്ങ് വിട്. ഇവൾക്കൊരുവൻ കുതിച്ചേ പാട്ട് അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നല്ല വൈബാണ്, ഒരു രക്ഷയില്ല. ബാക്കിയും കൂടെ നിങ്ങളൊന്ന് പാട്. എന്തായാലും പാട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളോടെ ഒന്ന് പാടി നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ ഓക്കെ, കമോൺ ആരംഭിക്കാൻ. ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ തിങ്കളെ ഇനി ഒളി തന്നെറിയരുതേ. ഈ കൺമണിയെ നോക്കരുതേ, അതിനാക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. പൊന്നാരച്ചെപ്പിൽ താരോര പൊന്മുത്തായി ദൈവം തന്ന പൊരുളാണു നീ. കരിമിഴി എഴുതിയൊഴകല്ലേ ഇതുവരെ ഒരു തീയമാനമല്ലേ. ഇനി ജന്മം സ്വപ്നം വിളരും, സ്വപ്നം പിഴയെ പൂക്കൾ വിഴരും. ും ചിത്തപതങ്ക ചിറകടിയെത്തും സ്വരവരും മധുതരം ചിറകടി ചരി ഒഴുകി.
പൊലിയും സ്വപ്നങ്ങൾ പൊന്നായി വരും പൂമുറ്റത്തെന്നും പൂക്കളിയാകും തുളസി കവിയാണോ നീ മഴവിലിൻ മൊഴിയാത്ത വിധിയില്ലേ മനസ്സിലെ മൊഴി എന്റെ മൊഴിയല്ലേ ഒന്നാളം മേലാകം പുല്ലാപ്പുഴലിൽ ഒന്നേതാളം താളം തുണി എന്നീളം കുളിരൊന്നിനോ തൊക്കി വന്ന വഴിത്തിരടി തിങ്കളേ പൂത്തിങ്കളേ ഇനി ഉള്ളി കണ്ണെറിയരുതേ ിച്ച് ഇന്ന് താലിപ്പി പൊന്നും കെട്ടി മുത്തഴകം പണിത്തെടുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഉള്ളി കണ്ണെറിയരുതേ ബൈ 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 അമ്മ പാട്ട് സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, നിങ്ങൾ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ ഈ ഒരു ട്രിപ്പ് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പിള്ളേർക്കും വണ്ടിക്കകത്തിരിക്കുന്ന പിള്ളേർക്കും എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തിരിച്ച് ബസ്സിലല്ലേ വരുന്നത്, അവിടെ നേരെ ടൂറിസ്റ്റ് ബസ് ഉണ്ടെന്നല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ തിരിച്ചെനിക്ക് പോകാമല്ലോ. ആ മോനെ നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല, നമ്മളെ വേറെ ബസ് കയറി നമ്മൾ പോയി. പിന്നെ നീ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകും, ഫുഡ് കഴിക്കാതെ പോകും. സദ്യ നല്ല അടിപൊളി സദ്യയാണ്, സദ്യ കഴിച്ചിട്ടേ പോകും. അപ്പോൾ ശരി മോനെ, നമുക്ക് 2 കിലോമീറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം, എപ്പോഴെങ്കിലും കൂടെ ഇനി വെച്ച് കാണാം. എന്തായാലും നീ അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നമ്മളെ കൂടെ തന്നെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളി മോനെ. നിങ്ങളെ ഈ ഒരു ട്രാവൽസിലെ ട്രിപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അമ്മാവ് നല്ല വെള്ളം അടിച്ച് നല്ല ഫോമിലാണ്, അവിടെ വാക്കുകളൊന്നും തിരിയുന്നില്ല, നല്ല ഫിറ്റാണല്ലേ. ഒരു കല്യാണ ട്രിപ്പല്ലേ, അപ്പോൾ ഒരു എൻജോയ്മെൻറ്റ് 2 അടിക്കാത്ത കാര്യമില്ലല്ലോ കല്യാണത്തിന്. എന്തായാലും അമ്മാവ് അടിച്ച് നല്ല ഫിറ്റാണ്. എന്തായാലും അമ്മാവ് അടുത്ത ട്രിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക, നമ്മൾ കൊണ്ടുപോകും. നല്ല കിടിലൻ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ നമ്പരും കാര്യങ്ങളൊക്കെ മാമ ഞാൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ വിളിക്കുക. അപ്പോൾ ഓക്കെ മാമ, നമ്മൾ ആ സ്ഥലം എത്തിയിട്ടുണ്ട്. ഓക്കെ മോനെ, അടുത്ത ട്രിപ്പ് നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി പ്ലാനിങ് ഉണ്ട്, അത് നിന്നെ വിളിക്കുകയുള്ളൂ, നിൻ്റെ വണ്ടിയിൽ നമ്മൾ വരുള്ളൂ, അത് സെറ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ധീരജ് ഓഡിറ്റോറിയം നമ്മൾ കോട്ടയത്തൂടെ എത്തിയിട്ടുണ്ട്. ഇനി ആൾക്കാരൊക്കെ അവിടെ ഇറക്കുകയാണ്. അപ്പോൾ അവർ തന്നെ അടുത്ത് വേറെ ബസ്സിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കല്ല്, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.